ലോകം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് സാധാരണ ഒരു യുദ്ധത്തിനല്ല, ചരിത്രത്തിന്റെ ദിശ തന്നെ മാറ്റാൻ സാധ്യതയുള്ള ഒരു വലിയ രാഷ്ട്രീയ ഏറ്റുമുട്ടലിനാണ്. വർഷങ്ങളായി ലോക രാഷ്ട്രീയത്തെയും സാമ്പത്തിക വ്യവസ്ഥയെയും നിയന്ത്രിച്ചിരുന്ന അമേരിക്കൻ ശക്തിക്ക് ആദ്യമായി ശക്തമായ വെല്ലുവിളി ഉയർന്നു വന്ന സൂചനകളാണ് ഇറാനിൽ നടക്കുന്നത്. ലോകത്തിലെ പല രാജ്യങ്ങളും നേരിട്ട് ആക്രമിക്കാതെ സാമ്പത്തിക ഉപരോധങ്ങളും സൈനിക സമ്മർദ്ദങ്ങളും രഹസ്യ ഇടപെടലുകളും ഉപയോഗിച്ചാണ് അമേരിക്ക തന്റെ ആധിപത്യം നിലനിർത്തിയിരുന്നത്. എന്നാൽ ആ രീതികൾ ഒന്നും പ്രവർത്തിക്കാതെ പോയ രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇറാൻ. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം അമേരിക്കയെ തുറന്നു നിർത്തിക്കൊണ്ട് മുന്നോട്ടു പോയ രാജ്യമാണ് ഇറാൻ. അതിനുശേഷം ഇന്നുവരെ ഇറാനെ നിയന്ത്രണത്തിലാക്കാൻ നിരവധി ശ്രമങ്ങൾ നടന്നെങ്കിലും ഓരോ തവണയും ആ രാജ്യത്തിന്റെ ജനത ശക്തമായി തന്നെ പ്രതികരിച്ചു. പുറത്താക്കപ്പെട്ട പഴയ രാജാവിന്റെ കുടുംബത്തെ വീണ്ടും അധികാരത്തിലേൽപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങളും സാമ്പത്തിക ഉപരോധങ്ങളും സൈനിക ഭീഷണികളും രഹസ്യ ആക്രമണങ്ങളും ഒന്നും ഇറാനെ പിന്നോട്ടടിപ്പിച്ചില്ല. ഇപ്പോൾ വീണ്ടും അതേ ചരിത്രം തന്നെ ആവർത്തിക്കപ്പെടുമെന്ന് ലോകം കാണുകയാണ്. ഫെബ്രുവരി 28 ഇറാന്റെ പരമാധികാരിയായ ആയത്തുള്ള അലി ഖമനേയുടെ ഔദ്യോഗിക വസതിക്ക് സമീപം നടന്ന ആക്രമണം ഈ സംഘർഷത്തെ പുതിയ തലത്തിലേക്ക് എത്തിച്ചു. ഈ ആക്രമണത്തിൽ പിന്നിൽ അമേരിക്കയും ഇസ്രായേലും ഉണ്ടെന്ന ആരോപണം ഉയർന്നതോടെ മിഡിൽ ഈസ്റ്റ് മുഴുവൻ സംഘർഷാവസ്ഥയിലായി. ആക്രമണം നടന്നതിന് പിന്നാലെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ 100 കണക്കിന് സാധാരണക്കാർ കൊല്ലപ്പെടുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു. അന്താരാഷ്ട്ര നിയമങ്ങളെയും മനുഷ്യാവകാശങ്ങളെയും അവഗണിച്ച് സിവിലിയന്മാരെ ലക്ഷ്യമാക്കി നടക്കുന്ന അക്രമങ്ങളിൽ ലോകമെമ്പാടും പ്രതിഷേധങ്ങൾക്ക് കാരണമായി. ഇറാന്റെ തെക്കൻ പ്രദേശങ്ങളിൽ സ്കൂളുകളും ആശുപത്രികളും പോലും ആക്രമിക്കപ്പെട്ടതായി പുറത്തുവന്ന വാർത്തകൾ ഈ യുദ്ധത്തിന്റെ ക്രൂരത ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടി. മിനാവ് പ്രവിശ്യയിലെ ഒരു പെൺകുട്ടികളുടെ പ്രൈമറി സ്കൂളിൽ ബോംബ് വീണ സംഭവം ലോകത്തെ നടുക്കിയിരുന്നു. 7 മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ വരെ ഈ യുദ്ധത്തിന്റെ ഇരകളായപ്പോൾ ഇത് ഒരു രാജ്യത്തിനെതിരായ ആക്രമണമല്ല, ഒരു ജനതയുടെ മനസ്സ് തകർക്കാനുള്ള ശ്രമമാണെന്ന് പലരും അഭിപ്രായപ്പെട്ടു. എന്നാൽ അമേരിക്ക പറയുന്നത് മറ്റൊന്നാണ്. ഇറാൻ ആണവായുധ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നു, ലോക സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്നതാണ് അവരുടെ വാദം. അതേസമയം ഇറാൻ പറയുന്നത് തങ്ങൾ സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കുകയാണ്, ആരുടെയും കീഴടങ്ങില്ല എന്നതാണ്. ഈ നിലപാടുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇപ്പോൾ ലോകത്തെ ഭയപ്പെടുത്തുന്നത്. കാരണം ഈ യുദ്ധം ഇറാനും അമേരിക്കയും തമ്മിൽ മാത്രം ഒതുങ്ങുമോ എന്ന കാര്യം ആരും ഉറപ്പില്ല. ഇസ്രായേൽ, റഷ്യ, ചൈന, അറബ് രാജ്യങ്ങൾ എല്ലാം ഉൾപ്പെടുന്ന വലിയ യുദ്ധമായി ഇത് മാറാൻ സാധ്യതയുണ്ടെന്നാണ് പലരും പറയുന്നത്. മിഡിൽ ഈസ്റ്റ് ലോകത്തിന്റെ എണ്ണയും ഗ്യാസും നിയന്ത്രിക്കുന്ന പ്രദേശമായതിനാൽ ഇവിടെ യുദ്ധം ശക്തമായാൽ അതിന്റെ ആഘാതം ലോകമെമ്പാടും ഉണ്ടാകും. ഇന്ധനവില ഉയരും, സാമ്പത്തിക പ്രതിസന്ധി വരും, രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം കൂടുതൽ ശക്തമാകും. ഇതിനിടയിൽ ഇറാൻ സൈന്യം ശക്തമായി തിരിച്ചടിക്കുമെന്ന വാർത്തകളും പുറത്തുവരുന്നു. കടൽ മാർഗം നടന്ന ഏറ്റുമുട്ടലുകളിൽ അമേരിക്കൻ സൈന്യത്തിന് നഷ്ടമുണ്ടായെന്ന റിപ്പോർട്ടുകൾ ഈ സംഘർഷം സാധാരണയല്ലെന്ന് തെളിയിക്കുന്നു. വർഷങ്ങളായി ലോകം കണ്ടത് അമേരിക്ക ആക്രമിക്കുകയും മറ്റുള്ളവർ പ്രതിരോധിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ്. പക്ഷേ ഇപ്പോൾ അമേരിക്കയ്ക്ക് നേരെ തുറന്നെടുത്തുയരുന്നു ലോക രാഷ്ട്രീയത്തിന്റെ വലിയ മാറ്റത്തിന് സൂചനയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇതൊരു രാജ്യത്തിന്റെ യുദ്ധം മാത്രമല്ല, ലോകശക്തികളുടെ ഭാവി തീരുമാനിക്കുന്ന ഒരു ഘട്ടമായേക്കാം. ഭയവും ശക്തിയും ഉപയോഗിച്ച് ഒരു ജനതയെ എന്നും അടക്കി ഭരിക്കാൻ കഴിയില്ലെന്ന് ഇറാനിൽ നടക്കുന്ന സംഭവങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ചരിത്രം വീണ്ടും എഴുതപ്പെടുന്ന സമയമാണിത്. ഇന്നുണ്ടാകുന്ന ഓരോ സംഭവവും നാളത്തെ ലോകത്തിന്റെ രൂപം തീരുമാനിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ലോകം മുഴുവൻ ഇന്ന് ഇറാനിലേക്കാണ് നോക്കുന്നത്. കാരണം ഇവിടെ നടക്കുന്ന ഈ സംഘർഷം എങ്ങനെ അവസാനിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും വരാനിരിക്കുന്ന കാലത്തെ ലോക രാഷ്ട്രീയത്തിന്റെ ദിശ മാറുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തു വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.